നല്ല ടേസ്റ്റുള്ള ഒരു ഡേറ്റ്സ് കേക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഈ ഒരു ക്രിസ്മസ് സീസണിലേക്ക് നമുക്ക് ചെയ്യാൻ പറ്റിയ അടിപൊളി കേക്കാണ്. അപ്പോൾ ആദ്യം ഇതിലേക്ക് നമുക്ക് കുറച്ച് പഞ്ചസാര ഒന്ന് പൊടിച്ചെടുക്കാം. 3/4 കപ്പ് അളവിലാണ്. അപ്പോൾ ഞാനിവിടെ ബ്രൗൺ ഷുഗർ എടുത്തിട്ടുണ്ട്. വൈറ്റ് ഷുഗർ ആയാലും കുഴപ്പമില്ല കേട്ടോ. മിക്സി ജാറിലേക്ക് കൊടുത്തിട്ട് ഇതിലേക്ക് കുറച്ച് സ്പൈസസും കൂടെ, കുറച്ച് ഏലക്ക, പട്ട, ഗ്രാമ്പും കൂടി ചേർത്തിട്ടൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മളൊന്ന് കാരമലൈസ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ടൈമിൽ നമ്മൾ പാനിലേക്ക് പകുതി അളവിലാണ് കേട്ടോ ചേർത്ത് കൊടുക്കേണ്ടത്. ബാക്കി പകുതി ആ ഒരു പൊടിച്ച പഞ്ചസാര മാറ്റി വയ്ക്കാം. എന്നിട്ട് ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കുക. നല്ലപോലെ ഒന്ന് മെൽറ്റായി വരുന്ന സമയത്ത് ലോ ഫ്ലെയിമിൽ വെച്ചാലും ചെയ്തെടുക്കാനേ. ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് നമ്മൾ ഇതിലേക്ക് ഒരു 1/2 കപ്പ് അളവിൽ നല്ല ചൂടുവെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്നുകൂടി ഒന്ന് തിളപ്പിച്ചിട്ട് നമ്മൾ മാറ്റി വയ്ക്കുന്നുണ്ട്. ചൂടൊക്കെ മാറിയതിന് ശേഷം വേണം മിക്സ് ചെയ്തെടുക്കാനേ. അപ്പോൾ ഇനി നമ്മൾ നേരത്തെ എടുത്തു വെച്ചുള്ള ഒരു പൊടിച്ച പഞ്ചസാര, ബാക്കി പഞ്ചസാരയിലേക്ക് 2 മുട്ടയും 1 ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്തിട്ട് നല്ലപോലെ മിക്സിയിലൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ഒരു 1/4 കപ്പ് സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഓയിൽ ഒഴിച്ചതിന് ശേഷം അധികമായിട്ട് ബ്ലെൻഡ് ചെയ്യേണ്ട കേട്ടോ. എല്ലാം കൂടി ഒന്ന് മിക്സ് ആവുന്ന രീതിയിൽ ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്താൽ മതി. എന്നിട്ടൊരു ബൗളിലേക്ക് ഈ ഒരു മിക്സ് നമ്മൾ മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഫ്ലോർ മിക്സ് ആണ് കൊടുക്കേണ്ടത്. അപ്പോൾ 1 കപ്പ് അളവിൽ മൈദ, കപ്പളവ് വരുന്നത് 250 ml ആണ്. എന്നിട്ട് നമ്മളിതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/4 ടീസ്പൂൺ തന്നെ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. നല്ലപോലെ ഒന്ന് അരിച്ച് ഇതിലേക്ക് ചേർത്തിട്ട് വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട്. എന്നിട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ആ ഒരു കാരമൽ സിറപ്പ് നല്ലപോലെ ചൂട് മാറിയിട്ട് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഇതും കൂടി ചേർത്ത് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ കേക്ക് ഡേറ്റ്സ് കേക്ക് ആയതുകൊണ്ട് തന്നെ മെയിനായിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻറ്റ് ഡേറ്റ്സ് ആണ് കേട്ടോ. ഒരു 250 ഗ്രാം അളവിൽ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഡേറ്റ്സും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നല്ലൊരു ഫ്ലേവർ ഒരു ടേസ്റ്റ് കിട്ടാനായിട്ട് കയ്യിലുണ്ടെങ്കിൽ എടുത്താൽ നല്ലതാണ് കേട്ടോ. 1 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്കും 1 ടീസ്പൂൺ നെയ്യും കൂടെ കേട്ടോ. എന്നിട്ട് നമ്മൾ നല്ലൊരു ഫ്ലേവറും കളറും കിട്ടാനായിട്ട് 1 ടേബിൾ സ്പൂൺ കാരമൽ സിറപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നട്ട്സൊക്കെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ നട്ട്സ് എത്രത്തോളം കൊടുക്കുക അതിനനുസരിച്ച് ആ ഒരു കാഷ്യൂസ് ചേർന്നതിനനുസരിച്ച് നമ്മുടെ കേക്കിൽ അത്രയും ടേസ്റ്റ് ഉണ്ടാകും കേട്ടോ. എന്നിട്ട് എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുത്തിട്ട് നമുക്ക് ബേക്കിംഗ് പേപ്പർ കൊടുത്തിട്ടുള്ള ട്രേയിലേക്ക് മാറ്റിയിട്ട് നന്നായിട്ട് ടാപ്പ് ചെയ്ത് അതിൻ്റെ എയർ ബബിൾസൊക്കെ കളഞ്ഞിട്ട് ബേക്ക് ചെയ്തെടുക്കാവേ. അപ്പോൾ ബേക്കിംഗ് ടൈം എന്ന് പറയുമ്പോൾ നമുക്ക് 180-ൽ ഒരു 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത അവനിൽ. പിന്നെ നമ്മൾ ബേക്ക് ചെയ്യുന്ന സമയത്ത് ടെമ്പറേച്ചർ 160 മതി കേട്ടോ. ഒരു ഏകദേശം ഒരു 50 മിനിറ്റ് ടൈമൊക്കെ എടുക്കും കേട്ടോ. നല്ലപോലെ ഉള്ളൊക്കെ ഒന്ന് വെന്തിട്ട് ബേക്കായി കിട്ടാനായിട്ട്. ആ ഡേറ്റ്സ് ഒക്കെ ചേർത്തിട്ടുള്ളതുകൊണ്ട് തന്നെ അടിപൊളിയായിട്ട് ബേക്കായി വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റി കേക്കാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ട്രൈ ആക്കി നോക്കണേ. സെയിം മെത്തേഡ് നമുക്ക് ഗ്യാസ് സ്റ്റോപ്പിലും ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ഒരു ക്രിസ്മസിന് നിങ്ങളൊന്ന് ട്രൈ ആക്കി നോക്കണേ. മറ്റൊരു റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്